രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികളെ കണ്ടെത്തുന്നത് അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് ആരാണ്, എങ്ങനെയാണ്? അതത് പാർട്ടികളാണ്. രണ്ട് രീതിയാണ് സ്വാഭാവികമായും കേരളത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. കോൺഗ്രസിലും BJP-യിലുമാണെങ്കിൽ നോമിനേഷൻ രീതി. മുകളിലുള്ള ഘടകം കോൺഗ്രസിൻ്റെ ആണെങ്കിൽ ഹൈക്കമാൻഡ്, BJP-യുടേതാണെങ്കിൽ കേന്ദ്ര നേതൃത്വം നോമിനേറ്റ് ചെയ്യുന്നു ആരായിരിക്കണം സംസ്ഥാന അധ്യക്ഷൻ എന്ന്, അതോടൊപ്പം തന്നെ വിവിധ ഭാരവാഹികൾ എന്നും. എന്നാൽ CPIM, CPI തുടങ്ങിയ പാർട്ടികൾ, പ്രധാനപ്പെട്ട പാർട്ടികളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. CPIM, CPI തുടങ്ങിയ പാർട്ടികൾ എല്ലാ 3 വർഷം കൂടുമ്പോഴും നടക്കുന്ന സമ്മേളനങ്ങളിൽ ജനാധിപത്യ രീതിയിൽ ഭാരവാഹികളെ കണ്ടെത്തുന്നു, സംസ്ഥാന സെക്രട്ടറിയെയും അഖിലേന്ത്യാ നേതൃത്വത്തെയും തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ഒരു മാറ്റം ഇപ്പോൾ പ്രകടമായി നമ്മുടെ മുന്നിൽ കണ്ടുവരുന്നു എന്നതാണ് അപകടകരമായ ഒരു രീതി. അത് കോൺഗ്രസിലാണ് എന്നത് അതിനേക്കാളും വലിയ അപകടമാകുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുന്നത് ആരാണ്? സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് തീരുമാനം ഉടനെ എടുക്കും എന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഹൈക്കമാൻഡിന് നിർദ്ദേശം കൊടുക്കുന്നത് സഭാ നേതൃത്വമാണ്. അതാണ് ഏറ്റവും അപകടകരം. കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വമാണ് ആരായിരിക്കണം KPCC പ്രസിഡന്റ് എന്ന് നിർദ്ദേശിക്കുന്നത്. 2 പേരുകൾ KC വേണുഗോപാലുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ചു സഭാ നേതൃത്വം എന്നാണ് വാർത്ത. KC വേണുഗോപാലുമായി ചർച്ച നടത്തിയത് ആരൊക്കെയാണ്? ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി എന്നിവരാണ് KC വേണുഗോപാലിനെ കണ്ട് 2 പേരുകൾ നിർദ്ദേശിച്ചത്. അതിൽ ഒരാൾ നിർദ്ദേശിച്ചു ആന്റോ ആന്റണി, മറ്റൊരാൾ നിർദ്ദേശിച്ചു സണ്ണി ജോസഫ്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചത്, ജോസഫ് പാംബ്ലാനി നിർദ്ദേശിച്ചത് സണ്ണി ജോസഫിനെയാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ നിർദ്ദേശിച്ചത് ആന്റോ ആന്റണിയെയും. ഇപ്പോൾ ആന്റോ ആന്റണിക്കാണ് മേൽക്കൈയുള്ളത്, മുൻതൂക്കമുള്ളത്. മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരാൾ KPCC പ്രസിഡന്റ് ആകണം. അവിടെ റോമൻ കാത്തോലിക്ക വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരാൾ KPCC പ്രസിഡന്റ് ആകട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തി. സഭാ നേതൃത്വം നൽകിയ നിർദ്ദേശമനുസരിച്ച് സുധാകരൻ നിലവിൽ KPCC പ്രസിഡന്റ്, അദ്ദേഹം ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളെ മാറ്റി അവിടെ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നു. ഇതാണ് കോൺഗ്രസ്, ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. എന്ന് വെച്ചാൽ മതമാണ് ഭാരവാഹികളെ നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുന്നത്. എന്താണ് സുധാകരനുള്ള ഒരു അയോഗ്യത? അദ്ദേഹം ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ് എന്നതാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ 3 പ്രധാനപ്പെട്ട പോസ്റ്റാണുള്ളത്. ഒന്ന് UDF കൺവീനർ, മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ്, മറ്റൊന്ന് KPCC പ്രസിഡന്റ്. ഈ 3 പ്രധാനപ്പെട്ട പദവികളും 3 മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നാണ് കോൺഗ്രസിന്റെ രീതി. അതാണ് ഇവിടെയും ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളെ കൊണ്ടുവരുന്നില്ല. എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരുന്നത്? ഈ ചോദ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്നു എന്നതും വളരെ അപകടകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് VD സതീശൻ. UDF കൺവീനർ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് MM ഹസൻ. അപ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം KPCC പ്രസിഡന്റ് എന്നതാണ് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിശ്വസിക്കുന്നതും പറയുന്നതും. അതുതന്നെയാണ് കോൺഗ്രസ് ചിന്തിക്കുന്നതും എന്നതാണ്. ഓരോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പദവികൾ വീതം വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ എന്താകും മന്ത്രിസഭാ രൂപീകരണം മുതലുള്ള തർക്കങ്ങൾ എന്നതിൻ്റെ സൂചന ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മതവിഭാഗങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്ന നിലയിലേക്ക് UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടാകും. നേരത്തെ 5ാം മന്ത്രിസ്ഥാനത്തിനു വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ അവകാശവാദവും അതിനെതിരെ NSSഉം SNDPയും ഒക്കെ രംഗത്ത് വന്നതുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. അതൊരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയായി മാറിയിട്ടില്ല. ആ സ്പർദ്ധയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല.
വളരെ അപകടകരമായ സ്ഥിതിയിലാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടത്തേക്കാണ് ഇത്തരം മതപരമായ സമ്മർദ്ദങ്ങൾ ഉയർന്നു വരികയും അതിന് കോൺഗ്രസ് നേതൃത്വം കീഴടങ്ങുകയും ചെയ്യുന്നത് എന്നത് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് KPCC പ്രസിഡന്റിനെ ഇപ്പോൾ ഹൈക്കമാൻഡ് നിയമിക്കുന്നത്. സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് കെ സുധാകരൻ പുറത്തേക്ക് പോകുന്നതും. ഇത് ഏത് രൂപത്തിലാണ് സംഘപരിവാർ ശക്തികൾ, പ്രത്യേകിച്ച് RSSും BJPയും ഏറ്റെടുക്കുക എന്നത് ജാഗ്രതയോടെ കേരളം കാത്തിരിക്കണം. കാരണം കേരളത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കിട്ടുന്ന ഓരോ സാഹചര്യവും ഓരോ ചാൻസും ഉപയോഗപ്പെടുത്തുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. അതിന് വളം വെച്ച് കൊടുക്കുകയാണോ കോൺഗ്രസ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.